നിങ്ങൾ ആഖിറത്തെ ഓർത്ത് കരഞ്ഞോളി. നരകത്തിന് കിടക്കണ്ടേ, അതോർത്ത് കരഞ്ഞോളി. എല്ലാവരും അതോർത്ത് കരഞ്ഞോളി. മുജാഹിദിന്റെ ഒരു മൗലവി പ്രസംഗിക്കുന്ന സുബ്ഹാനല്ലാഹ് എന്താ പറയുന്നറിയോ? കോണോമ്പാറ തങ്ങളെ ചങ്ങലക്കിട, ഖലീൽ തങ്ങളെ ചങ്ങലക്കിടണോ? അത് വെച്ചുകൊടുത്താ മോനെ. നിങ്ങൾക്കറിയുമോ മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റിക്കൊണ്ടത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന അത്രയും അടിക്കില്ല പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം രൂപ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് നിന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും നരകത്തിലെത്തൂ. അപ്പോ ഖലീൽ തങ്ങൾ എന്താ വേണ്ടത്? യുവാക്കളോട് മൂപ്പര് തീവ്രവാദം പഠിപ്പിക്കുക. മുജാഹിദിന്റെ യുവാക്കൾക്ക് പിടിച്ചുകൊണ്ടുപോയി ചങ്ങലൊക്കെ ഇട്ടിട്ട് ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടു കൊടുക്കണോ? ചങ്ങല കൊണ്ട് ഇടാണ്ട് തന്നെ ഭക്ഷണങ്ങളെ കൊണ്ട് നമ്മളവിടെ കൊണ്ടിരുത്തിക്കും. തങ്ങന്മാർക്ക് ഭക്ഷണം സർവ്വ മുജാഹിദികൾ കൊണ്ട് കാൽക്കൽ കൊണ്ടിരിക്കും. ഞങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതേ ചങ്ങാതി ഇപ്പൊ 500 രൂപ പിരിവ് ചോദിക്കുന്നു, നിന്ന സ്ഥലത്തിന്റെ പൈസെങ്കിലും നിങ്ങൾ കൊടുക്കണോന്ന് പറയുന്നു. ഖലീൽ തങ്ങൾ പിന്നെ സ്ഥാപനത്തിന്റെ സംഖ്യ പിന്നെ എന്താ ഉണ്ടാക്കുക? മൂപ്പര് കട്ടുകൊണ്ടുവരാനാ? അല്ലെ ഇവരെ പോലെ സക്കാത്തിന്റെ പൈസ പിരിച്ചിട്ട് കൊടുക്കാനാ? അല്ലെ പലിശ വാങ്ങാനാ? പിരിവെടുക്കാന്നല്ലാതെ ഇഷ്ടമുള്ളവരെല്ലാം അത് കൊടുക്കണോ? എന്റെ മൂപ്പര് എറണാകുളത്തുള്ള ആളത്തിലേക്കും കൊടുക്കാൻ, അതിന്റെ വയനാട്ടിലെ മലയിലുള്ള ആൾ ഇവൻ കാണാഞ്ഞേ അയാളത്തിലേക്കും കൊടുക്കുക. എറണാകുളത്തുള്ള എത്ര കൊടുക്കാൻ? എന്നാ ഇതേ മനുഷ്യൻ പെണ്ണുങ്ങളെ പീന്ന് കാണണോ? അതേ പ്രസംഗത്തിൽ ഇത് പള്ളിന്ന് പ്രസംഗിച്ചതാ, പള്ളിന്ന് റമദാനിൽ പ്രസംഗിച്ചാണ്. അതേ മനുഷ്യൻ അപ്രസംഗത്തിന് മുജാഹിദിന്റെ പെണ്ണുങ്ങളെ പീന്ന് കാണണം. നിങ്ങൾക്ക് അതൊന്ന് വെച്ചോട്ടാ മോനെ. പീഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് പൈസ അല്ല, പൊന്ന്. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് കേട്ടോ, ഖലീൽ തങ്ങൾ സലാത്തി എല്ലിട്ട് പിരിവെടുക്കുമ്പോ ഞങ്ങളൊക്കെ എടുക്കാറുണ്ട് പിരിവ്. ജനങ്ങളെ നമുക്ക് അള്ളാനോട് ദ്വാരക്ക, സ്വർഗം തരാനും നിങ്ങൾക്ക് നിയമത്ത് തരാനും രോഗമാർഗം ദ്വാരക്കാന്നേ പറയുള്ളൂ. ഇവര് ഓഫറാ. മൗലവി പറയാ സ്വർഗം വേണോ സ്വർണം വേണോ? മൂപ്പരെ ഏൽപ്പിച്ചല്ലേ ഇത് കൊടുക്കാനേ. സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി സ്വർഗം വേണോ സ്വർണം വേണോ? അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. 5 പവന് അരഞ്ഞാണം എല്ലാം ബക്കറ്റിലും കിട്ടോളി. ഇയാളാ പറയുന്നത് അതേ പ്രസംഗത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒന്നും കൂടി കേട്ടോളി. ഇയാൾ എന്നെ പറയുന്നത് വലിയ പൈസയാണെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നാ മതി. അതൊന്ന് കേട്ടോളി, അതൊന്ന് കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കണ്ടില്ലേ? മൂപ്പരായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കുക പെണ്ണുങ്ങൾ. നല്ല കോളായി. പിന്നെ ഇനി വേറൊരാള് പെരുന്നാളിന് പെണ്ണുങ്ങളോട് പിരിവെടുക്കുന്നു. അയാളെ ഞാൻ എന്നാ വെച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അപ്പൊ ആഭരണങ്ങളൊക്കെ ബക്കറ്റിൽ കൊടുക്കണമെന്നാ പറയും. എന്നിട്ടോ ആരിമീങ്ങളെയും തങ്ങന്മാരെ ചോദ്യം ചെയ്യാം. അവിടുന്ന് ഒന്ന് പറയാ, ഇവിടുന്ന് ഒന്ന് പറയാം, അവിടുന്ന് ഒന്ന് പറയാ, ഇവിടുന്ന് ഒന്ന് പറയാം. മുനാഫിഖല്ലേ ഇയാള്? ഉളുപ്പുണ്ടോ?